പിന്നെ അച്യുതോക്കാണ് തീരുമാനിക്കുന്നത് ഓരോ മനുഷ്യൻ്റെ വികാരം. ആളതിനെ തേച്ചൊട്ടിക്കായിരിക്കും, എന്നാലും എനിക്ക് പ്രശ്നമല്ല. അയാളല്ല ഇവിടുത്തെ വികാരങ്ങളുടെ അളവ് കളക്കുന്ന ആൾ. അയാൾ അളവ് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അളവ് നല്ലതല്ല. ജോണി ചേട്ടാ നമസ്കാരം. ജോണി ചേട്ടാ അന്ന് പറയാറുണ്ട് ഈ സിനിമ ചർച്ച ചെയ്യപ്പെടേണ്ട സിനിമയാണ്. കേരളത്തിലെ ഓരോ യുവാക്കൾക്ക് അല്ലെ ഓരോ കുടുംബങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് തന്നെയായിരിക്കുന്നത്. പറഞ്ഞ പോലെ തന്നെയാണ് തിയേറ്ററിൽ അതുപോലെ നല്ല നല്ല റിസൾട്ടുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ മുന്നോട്ട് പോകുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പം സ്വന്തം മക്കളെയും കൊച്ചുമക്കളെയും കാണാനായിട്ട് പോലും ഫോണ് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങേണ്ടി വരുന്ന മാതാപിതാക്കളുടെയും ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒരു കാലത്താണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇത് സമൂഹത്തിനൊരു വെല്ലുവിളിയായി മാറി. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ ജീവിക്കാൻ പറ്റാതെ പുറം രാജ്യത്ത് ജീവിക്കാൻ വരുന്ന ഒരു തലമുറയുടെ കഥ കൂടെയാണിത്. ഇങ്ങനെ സബ്ജക്ട് കേട്ടപ്പോൾ ഇത് എനിക്ക് തന്നെ ഇത് പുറത്ത് കൊണ്ടുവരണം എന്നൊരു ഫീലിംഗ് ഉണ്ടായിരുന്നോ ഈ സബ്ജക്ട് കേട്ടപ്പോൾ? ഈ ക്യാരക്ടറിലൂടെ എനിക്ക് തന്നെ ഈ മെസ്സേജ് കൊടുക്കണം എന്ന് തോന്നിയായിരുന്നോ? എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നേ? അല്ല, ഞാനതിനകത്തൊരു ടൂളല്ലേ. നമ്മളിപ്പോൾ ഇതിൻ്റെ എന്തായാലും ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് നിർമ്മാതാക്കളുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള നിർമ്മാതാക്കളുണ്ട്, ഒരു സംവിധായകനുണ്ട്, ഒരു എഴുത്തുകാരനുണ്ട്. അപ്പോൾ ഇന്ന ഈ റോള് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താ ചെയ്യുന്നതുകൊണ്ട് നല്ല റോളല്ലേ. ഇങ്ങനെ ആസ്വദിച്ച് ഞാൻ ചെയ്ത റോളാണ്, ഇഷ്ടപ്പെട്ട് ചെയ്ത റോളാണ്. എനിക്കത് ഇത്രയും എൻ്റെ കരിയറിൽ തന്നെ ഒരു ബെസ്റ്റ് റോളാണ്. അപ്പോൾ അത് നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് പിന്നെ മുന്നും നോക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ ഇതിനകത്ത് ഈ റോളല്ലേ വേറെ റോളാണെങ്കിൽ ഞാൻ ചെയ്യും. ചേട്ടപ്പോഴും തോന്നിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ യുവാക്കൾ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നത്? നമ്മുടെ നാട്ടിലെ സിസ്റ്റത്തിന്റെ കുഴപ്പം കൊണ്ടാണോ അതോ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ കൊണ്ടാണോ? ഇത് നമ്മൾ പണ്ട് മുതലേ ഞാൻ പറഞ്ഞു, ഓരോ കാലഘട്ടത്തിൽ ഇപ്പോൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ 1-2 ഗൾഫുകാരായിരുന്നു, അല്ലെങ്കിൽ ഇടയ്ക്ക് എല്ലാ പഞ്ചായത്തിൽ 2 പേരൊക്കെ ആയിരിക്കും അമേരിക്കയിലുള്ളത്. ഇല്ല ചില വളരെ കുറച്ച് 1-2 പേര് ജർമ്മൻ നേഴ്സുമാരാണ് ശരിക്കും പറഞ്ഞത് അങ്ങോട്ട് കൂടുതലായിട്ട് ഈ യൂറോപ്പിലേക്കൊക്കെ. നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ സഹോദരിമാർ ഒരുപാട് പേര് നേഴ്സിംഗ് സർവീസ് നന്നായി ചെയ്ത് അങ്ങനെ പോയി. പിന്നെ കല്യാണം കഴിച്ചു വിടുന്ന ആളുകളും പോയി. അങ്ങനെയൊക്കെയുള്ളൊരു ഇതായിരുന്നു. അപ്പം ഒരുപാട് പിന്നീട് ഓരോ വർഷം കഴിയുന്നതോറും ആളുകളുടെ എണ്ണം കൂടി തുടങ്ങി. അപ്പം കൂടുതലും ശമ്പളം, നല്ല സാലറി കിട്ടുന്നു, നല്ല ഒരു പ്രത്യേകതരം സ്ഥലങ്ങൾ. അപ്പം അതിൻ്റെ ഒരു സുഖവും കൊതിയും നോക്കിയിട്ടാണ് ആൾക്കാർ പോകുന്നത്. ഇതിനകത്ത് പോയത് 80% സക്സസ് ആയിട്ടുമുണ്ട്. ഇതിനൊന്നും കുറച്ച് കാണുകയല്ല. പക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ഇനിയുള്ള കാലഘട്ടം ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ അവിടുന്ന് ആളുകൾ ഇങ്ങോട്ട് വരുന്നൊരു കാലം വന്നേക്കാം. ഇതിനു വേണ്ടിയൊക്കെ നമുക്ക് ആശിക്കാം, പ്രാർത്ഥിക്കാം, കൊതിക്കാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സബ്ജക്ട് എടുത്ത് ചെയ്യണം തോന്നിയൊരു പ്രചോദനം എന്താണ്? കാരണം ഇതിനു മുമ്പ് ചെയ്തത് കൊമേഴ്ഷ്യൽ കോമഡി ആയിട്ടുള്ള ഇത് ഇങ്ങനെ ഒരു സീരിയസ് ആയിട്ട് സബ്ജക്ട് ഇതിലൂടെ പറയണം തോന്നിയ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും നാടിനോടുള്ള സ്നേഹം ഭയങ്കരമാണ്. അപ്പോൾ ഒരു ഗുണ്ടജയം പോലത്തെ ഒരു ഹ്യൂമർ സിനിമയായിട്ട് അടുത്തൊരു സബ്ജക്ട് കുറച്ച് സീരിയസ് ആയിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഈ പ്രൊജക്റ്റിലേക്ക് വരികയായിരുന്നു. ആ സമയത്ത് ഇപ്പോൾ ഞാൻ പറയുന്നത് ബുദ്ധിമുട്ടില്ല, എൻ്റെ വീട്ടിൽ 6 പേര് UK-ലാണ്. അപ്പം അത് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച കാര്യമല്ല. ഞാൻ അവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾ പക്ഷെ ഇപ്പം അവർക്ക് ഈ ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യാറില്ല. പക്ഷെ അവരെങ്ങനെ പോകാൻ തീരുമാനിച്ചപ്പോൾ ഇവർക്കൊക്കെ വേണമെങ്കിൽ നമ്മുടെ നാട്ടിൽ പല പല ഓപ്പർച്യൂണിറ്റീസ് ഇല്ലേ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്തും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞാണ്. കാര്യം ഫാമിലിയായിട്ട് അത്രയും ബോണ്ടാണ്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് എന്നാലും എല്ലാവരും കൂടി ഒരുമിച്ച് അവിടെ ജീവിച്ചാൽ പോലെ എന്ന് ചോദിക്കണം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം, എൻ്റെ അച്ഛന് 70 വയസ്സായി, അല്ലെങ്കിൽ അമ്മയ്ക്കും ഏകദേശം അടുത്തത്ര വയസ്സായി, അത്യാവശ്യം അസുഖമൊക്കെ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ സന്തോഷവും ഇതൊക്കെ നമ്മൾ അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അവർക്കൊരു അസുഖം വരുമ്പോൾ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞാൻ അപ്പുറത്തെ വീട്ടിലൊരാളെ വിളിച്ചിട്ട് അവിടുന്ന് കാനഡയിൽ നിന്നോ UK-ന്ന് വിളിച്ചിട്ട് ആരെങ്കിലും കൊണ്ടുപോകുന്നു പറയുക എന്നുള്ളൊരു അവസ്ഥ പല ആൾക്കാരും പല വീട്ടിലും. ഞാൻ പണ്ട് വെഡിങ് വീഡിയോഗ്രാഫി ചെയ്യുന്ന സമയത്ത് ഫ്യൂണറൽ എടുക്കാൻ പോകാം. അപ്പോൾ ഞാൻ ഈ ഫ്യൂണറൽ എടുക്കാൻ ഷൂട്ട് ചെയ്യാൻ പോണത് കൂടുതലും അമേരിക്കയിലും കാനഡയിലേക്കുള്ള ആൾക്കാർക്ക് അവരുടെ അപ്പൻ്റെ അമ്മയുടെയും മരണം ശവാടൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആണ്. അതൊരു വല്ലാത്തൊരവസ്ഥയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്ക് നേരിട്ടുള്ള പോലെ അത് കാണാൻ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ആലോചിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ. പക്ഷെ ഓക്കെ, ശരിയാണ്, പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ അത് രക്ഷപ്പെട്ടവരുണ്ട്, അതല്ലെങ്കിൽ അത് നമ്മുടെ നാടിന് ഗുണമുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ശരിയാണെങ്കിലും ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ ചില അവസരങ്ങൾ നോക്കാതെ, നമ്മളിപ്പോൾ ഈ പടത്തിൽ ഒരിക്കലും പുറത്തോട്ട് ആൾക്കാർ പോകരുതെന്ന് പറഞ്ഞിട്ടില്ല. അത് എടുത്തു പറയുകയാണ്, ഒരിക്കലും പറയാനുള്ള നിങ്ങളാരും പുറത്തോട്ട് പോവല്ലേ എന്നല്ല പറഞ്ഞത്. നമ്മൾ
നമ്മൾ പുറത്തോട്ട് പോകാനൊക്കെ ചിന്തിക്കുന്നതിന് തൊട്ട് മുൻപ് നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ, നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ഫോക്കസ് ചെയ്യണം, അതിനുവേണ്ടി ട്രൈ ചെയ്യണം. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മളെല്ലാം ഈസി ആയിട്ട് കിട്ടത്തില്ല. നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ പല ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷെ ആ ബുദ്ധിമുട്ടിനെ അതിജീവിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ആൾക്കാരുടെ കൂടെ, അപ്പൻ്റെ അമ്മയുടെ കൂടെ താമസിക്കാൻ പറ്റിയാൽ അതൊരു വേറെ സുഖമാണ്. അതിപ്പോൾ അനുഭവിക്കണം, നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ പലരും പുറത്തോട്ട് പോകാനൊക്കെ നിർബന്ധിച്ച ആൾക്കാരായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. നമ്മൾ അങ്ങനെയാണ് സിനിമയിൽ പറഞ്ഞത്. അപ്പോൾ അത് തന്നെയായിരുന്നു എൻ്റെ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാനുള്ള എൻ്റെ ഒരു ആഗ്രഹം. അത് തന്നെയായിരുന്നു. ഓക്കെ, ഇങ്ങനെ നിൽക്കാം, ഞാനെന്തായാലും പുറത്തോട്ട് പോകില്ല. അപ്പം അത് തന്നെയാണ് ഈ സിനിമയിൽ കൂടി പറയാൻ സാധിച്ചത്. പിന്നെ ഇപ്പോഴും ഞാൻ പറഞ്ഞ ഒരുപാട് ആൾക്കാരത് നെഗറ്റീവായിട്ടും കാണുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ പുറത്തോട്ട് പോവല്ലേ എന്നൊരിക്കലും നമ്മൾ പറയത്തില്ല. എല്ലാവരും ഇഷ്ടമാണ്, ചോയ്സാണ്. ഇപ്പം നിങ്ങൾക്ക് പുറത്തോട്ട് പോകണമെങ്കിൽ പോവാം, ഇവിടെ നിൽക്കേണ്ടവർക്ക് നിൽക്കാം. പക്ഷേ എപ്പോഴും ഇന്ത്യ അല്ലെങ്കിൽ കേരളം ഒക്കെ നമുക്ക് അഭിമാനമാണ്. അപ്പം നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് അവർ ഇങ്ങോട്ട് വന്നുകൂടാ? ഇപ്പം ജോണിച്ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കുറച്ച് നാളെ കഴിയുമ്പോൾ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്താലേ നടക്കുള്ളൂ. നമ്മുടെ ബ്രാൻഡ് അവർ യൂസ് ചെയ്യണം എന്നുള്ളൊരു എനിക്കൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. ഇങ്ങനെ ഒരിക്കലും നടക്കില്ലായിരിക്കാം, പക്ഷെ സ്വപ്നം കാണാമല്ലോ. അപ്പോൾ ആ തോട്ടിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ടായത്. ഓക്കെ, ജോൺ ചേട്ടാ, ജോൺ ചേട്ടന്റെ അഭിനയത്തിൽ ശരിക്കും പറഞ്ഞാൽ ജോൺ ചേട്ടന്റെ അഭിനയത്തിൽ ശരിക്കും പറഞ്ഞ ഒരു വലിയൊരു എന്താ പറയാ, നമുക്കൊരു അത്ഭുതം തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു നമ്മുടെ UK ഉണ്ടായിരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉദാഹരണമായിട്ട് കാണിക്കാനായിട്ട്, അതായത് മകൻ എല്ലാ പ്രാവശ്യവും തോറ്റു തിന്നമ്പാടി വരുന്ന ആള് ജയിച്ചു എന്നറിയുന്ന ആ നിമിഷം കാണിക്കുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. അത് എത്രത്തോളം ഒരു അപ്പന് എത്രത്തോളം കാണിക്കാൻ പറ്റുന്ന അതിന്റെ 10 ഇരട്ടി ജോണിച്ചേട്ടനെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലുള്ള കുറെ കാര്യങ്ങൾ അതിനകത്ത് ജോണിച്ചേട്ടൻ്റെതായിട്ട് ഒത്തിരി കോൺട്രിബ്യൂട്ട് ചെയ്തെന്ന് തോന്നുന്നു. എന്തായിരുന്നു ആ ഒരു അനുഭവം? കാരണം വെച്ചാൽ ഇത്രയും ഡീപ്പായിട്ട് അഭിനയിക്കാൻ പറ്റിയ ഒരു സാഹചര്യം എന്തായിരുന്നു? മെയിനായിട്ടും ഈ പറഞ്ഞ നമ്മുടെ അപ്പനും അമ്മയും ഉണ്ട്, അവർ മരിച്ചുപോയി. അവരുടെ വിഷമം ഞാൻ നന്നായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ സഹോദരന്മാരൊക്കെ ഇപ്പം വലിയ ഈ പറഞ്ഞ ഓരോ പിള്ളേരുള്ള എൻ്റെ ചേട്ടൻ, എൻ്റെ പെങ്ങന്മാർ, എൻ്റെ ചുറ്റുപാടുകൾ, ഞാൻ എൻ്റെ അപ്പനാണ്. അപ്പം നമ്മൾ ഇതെല്ലാം കാണുന്ന ഈ വിഷമങ്ങളും ഇല്ലായ്മയും നമ്മൾ ഇപ്പം ഒരു മക്കളൊരു ആഗ്രഹം പറഞ്ഞാൽ എന്ത് സ്ട്രെയിൻ എടുത്ത് നമ്മൾ സാധിച്ചു കൊടുക്കുക. കാരണം പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ അല്ലേ, വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്തും നമ്മൾ ചെയ്യും. അപ്പോൾ അത് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അരുൺ എന്നോട് ഈ സിനിമ ചെയ്യുമ്പോൾ 2 സീൻ എന്നോട് പറഞ്ഞിരുന്നു. ഒന്ന് ഈ ജയിച്ചിട്ട് ഇങ്ങനെ വരുന്നൊരു പരിപാടി നോക്കിച്ചിട്ട് അതൊരു നമ്മൾ എന്നെ നോക്കാൻ നമുക്ക് ദൈവം തരും, ആ സമയത്ത് നമുക്ക് ഇതാവുമ്പോൾ. പിന്നെ ഈ വൈഫ് വീഡിയോ കോൾ വരുമല്ലോ, ആ സീൻ ഞാൻ കേട്ടിട്ട് അതിനോടുള്ള, കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവരുടെ കോള് വരുന്നു. ഈ 2 സീനാണ് അരുണോട് പറഞ്ഞു വിളിച്ചിട്ട് വന്നു. ആദ്യത്തെ അരുണ ഞാൻ പള്ളി എടുക്കുന്നു, ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് കോള് വരുമ്പോൾ ഞാനിങ്ങനെ നോക്കി വെച്ചിട്ട് മുന്നേക്കുന്നതിനാണ് നോക്കിയിട്ടാണ് അങ്ങനെ ഒരു സാധനം വെക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ഹാപ്പിയാണ്. അരുണ് കട്ട് ചെയ്ത് പറഞ്ഞാൽ അച്ചായനെ കാണിക്കുന്നത്, അച്ചായൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. ഇപ്പോഴും നമുക്ക് ധൈര്യമായി ഇത് എന്നുള്ളൊരു സംഭവം. പിന്നെ മറ്റേ സീനും ഈ പറഞ്ഞാൽ ഞാൻ ഉൾക്കൊണ്ട് നമുക്ക് വേറൊന്നുമില്ല. പിന്നെ എനിക്ക് സങ്കടങ്ങളെ ഒരുപാട് കണ്ടിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ സങ്കടപ്പെടാൻ എനിക്ക് ഭയങ്കര പെട്ടെന്ന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ചിരിപ്പിക്കാൻ മോശമൊന്നും ആയിട്ടല്ല, പക്ഷെ എനിക്ക് എൻ്റെ ഉള്ളിൽ ചിരിയേക്കാൾ കൂടുതൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും സങ്കടം തന്നെയായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പം നമ്മുടെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിച്ച ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മീനാക്ഷിയുടെ പ്രകടനമായിരുന്നു. അപ്പൊ അത് ഏതൊരു വ്യക്തിക്കും, സാധാരണക്കാരനായ വ്യക്തിക്ക് ആ ഒരു സീൻ കണ്ടു കഴിയുമ്പോൾ കണ്ണ് നിറയുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ആ സീനിനെ അശ്വിൻ ഗോക്കിനെ പോലുള്ളവർ വളരെ നിശ്ചിതമായിട്ട് എന്താ പറയാ കീറി മുറിച്ച് ആ എന്താ വ്യക്തിയിലേക്ക് തന്നെ കടന്നുകയറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തത്, റിവ്യൂ ചെയ്തത്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? നമ്മുടെ ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുമെന്ന് ഈ ലോകത്ത് ഏത് അശ്വിൻ ഗോക്കിന് പറയാൻ പറ്റും. അതിലും പൊട്ടിക്കറിഞ്ഞ് നിങ്ങൾ കണ്ടിട്ടില്ലേ മനുഷ്യനെ? അതിലും ഭ്രാന്തമായ അവസ്ഥയിൽ കണ്ടിട്ടില്ലേ? പിന്നെ അശ്വിൻ ഗോക്കാണ് തീരുമാനിക്കുന്ന ഓരോ മനുഷ്യൻ്റെ വികാരം. ആളതിനെ പ്രത്യേകിച്ച് ഒട്ടിക്കായിരിക്കും, ഒന്നല്ലെങ്കിൽ പ്രശ്നമല്ല. അയാളല്ല ഇവിടുത്തെ വികാരങ്ങളുടെ അളവ് പോലെ കളക്കുന്ന ആള്. അയാൾ അളവ് തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ അളവ് നല്ലതല്ല. കാരണം അസത്യമാണ് പറയുന്നത്. ആ കുട്ടിയുടെ പെർഫോമൻസ് ഉണ്ട്, ആരെങ്കിലും പറഞ്ഞു ആ കുട്ടിയുടെ പെർഫോമൻസ് ആണ് ആ സിനിമയിൽ ഒറ്റ സീനേ ഉള്ളൂ. ആ പെർഫോമൻസിൽ ഈ സിനിമയില്ല. അങ്ങനെയല്ലാതെ എങ്ങനെ പെർഫോം ചെയ്യുക? അന്യ നാട്ടിൽ പോയി ഒന്നുമില്ലാതെ ഒന്നുമില്ലാതെ നശിച്ചു പോയ കുട്ടി, ബോംബെയിൽ വന്ന് ശരീരം വെക്കേണ്ട അവസ്ഥ വന്ന കുട്ടി എങ്ങനെ റിയാക്ട് ചെയ്യുക? അറിയില്ല.
ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ അവാർഡ് കിട്ടി, അവാർഡ് കിട്ടി. ഒരു സിനിമയ്ക്ക് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ അവാർഡ് കിട്ടി. അല്ലാതെ അത് ഫാൻസി ഡ്രസ്സാണ് കാണിച്ചെന്നൊക്കെ പറയുന്നത് അത് മനസ്സിൽ നന്മയില്ലാത്തതുകൊണ്ട് തന്നെയാണ്. ചേട്ടാ, ഈ സബ്ജക്ട് റോണിച്ചേട്ടാ, ഈ സബ്ജക്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പം ഇഷ്ടങ്ങൾക്ക് പുറകെ പോയിട്ട് കുറെ നഷ്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ആ നഷ്ടത്തിലും കുറെ സന്തോഷം കണ്ടെത്താൻ കുറെ പേരുടെ ജീവിതം തന്നെ കാണിക്കുന്നുണ്ട്. അതിലൊരാൾ അങ്ങനെ ഒരു ജീവിതമാണ് ചേട്ടന്റെ ജീവിതം തന്നെ കാണിക്കുന്നത്. അത് കഷ്ടപ്പെട്ടാൽ കണ്ടസ്കോട് കിട്ടും. അതെ. അല്ലെങ്കിൽ നമ്മള് ഏതെങ്കിലും ചരിത്രത്തിൽ ഒരു ഏടായിട്ട് മാറും. കഷ്ടപ്പെടാൻ നമുക്ക് ഇങ്ങനെ പറ്റും. നമ്മുടെ അല്ലെ, അത് കഷ്ടപ്പെടാതെ നമുക്ക് അങ്ങനെ ഒരു പരിപാടി കിട്ടില്ല. ഞാൻ ഒരുപാട് ഈ പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോ ജോജുവിന്റെ കാര്യങ്ങൾ പലതും ജോജു പറഞ്ഞു. ഇങ്ങനെ 10-20 വർഷം നടന്ന ഇപ്പോൾ ജോജുവിന്റെ ഒരു യാത്രയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയുന്നതാണ്. അപ്പോൾ പുള്ളി ഇപ്പോൾ നമ്മൾ പറയില്ല, ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ക്യാരക്ടർ ആർട്ടിസ്റ്റായിട്ട് മാറി. അപ്പോൾ കമൽ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒരുപാട് നല്ല രീതിയിൽ പ്രശംസിക്കുന്നു. അപ്പോൾ പുള്ളിയോട് നിന്ന് സസ്റ്റെയിൻ ചെയ്ത് പോയതുകൊണ്ടാണ്. ഓരോ പ്രൊഫഷനും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടല്ലോ. പിന്നെ നമ്മുടെ സിസ്റ്റവും അതനുസരിച്ച് എപ്പോഴും ഭയങ്കര സപ്പോർട്ടീവുള്ള സിസ്റ്റം അല്ല. നമ്മുടെ ഇവിടെ നിന്നല്ല, കേരളത്തിൽ നിന്നല്ല, മൊത്തം ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും നൂലാമരങ്ങളും പ്രശ്നങ്ങളും. നമ്മൾ എത്രയോ ആൾക്കാരെ നമ്മളിപ്പോൾ വിജിലൻസ് പൊക്കുന്നു, ഇവിടെ പൊക്കുന്നു, ഇവിടെ പൊക്കുന്നു, എത്രയോ പേരെ നമ്മൾ കാണുന്നു. ലക്ഷക്കണക്കിന് കൈക്കൂലി വാങ്ങിച്ച് നമ്മൾ കാണുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളവർ തന്നെ നമ്മൾ പലയിടത്തും വരുമ്പോൾ നമുക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇഷ്ടപ്പെട്ടത് നേടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കഷ്ടപ്പെട്ട് നടക്കും. ചിലർക്ക് അതിന് ഭാഗ്യം ദൈവം കൊടുക്കും, ചിലർക്ക് അത് സസ്റ്റെയിൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു വിജയം ഒരിക്കുമെന്ന് തന്നെയാണ്. നമ്മൾ സെൻ ബോൾട്ട് ഓടുന്ന 10 സെക്കൻഡ് താഴെയുള്ള സമയം നമ്മൾ കാണുന്നു. അദ്ദേഹം എടുക്കുന്ന പ്രയത്നം ആണ് അദ്ദേഹത്തെ ലോക ചാമ്പ്യൻ ആക്കുന്നത്. അതാണ് ഏറ്റവും ചുരുങ്ങിയ വാക്കിലേക്ക് പറയാൻ പറ്റും. അലക്സ് സാറേ ഇപ്പൊ അതുപോലെ തന്നെ അശ്വിൻ ഗോക്കിനെ പോലുള്ളൊരു പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള സിനിമകൾ പ്രൊഡ്യൂസർ തന്നെ കാശ് കൊടുത്ത് ടിക്കറ്റ് കൊടുത്ത് ആളെ കയറ്റുന്നു എന്നുള്ള രീതിയിലൊരു പരാമർശമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇങ്ങനെയുള്ള നിലവിൽ ഇങ്ങനെ സാധിക്കുമോ ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം? അങ്ങനെ കൊടുത്ത് ടിക്കറ്റ് കൊടുത്ത് തന്നെ മുഴുവനും ആൾക്കാരെ കാണിക്കാനാണെങ്കിൽ പിന്നെ ആള് സിനിമ എടുക്കുന്നത് എന്തിനാന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇല്ല, ഒരിക്കലും അത് പ്രാക്ടിക്കലല്ല. ടിക്കറ്റ് കൊടുത്തിട്ട് ഒരു സിനിമ ഹിറ്റാക്കുക എന്നുള്ളത് ഒരിക്കലും പ്രാക്ടിക്കലല്ല. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമ ഹിറ്റായതായിട്ട് കേട്ടിട്ടുണ്ടോ? പക്ഷെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ ഒരു പണ്ടത്തെ ഞാൻ 95 സിനിമ എടുത്ത ആളാണ്. 95 മുതൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് സിനിമയിൽ വന്നത്. അപ്പോൾ ആ കാലഘട്ടങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ചിലർ ചെയ്യുന്നുണ്ട് ചില പ്രൊമോഷൻ്റെ ഭാഗമായിട്ട്. ഇപ്പം ഇപ്പം നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഈ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരു പാസ്പോർട്ട് ആൻഡ് ബോർഡിംഗ് പാസ് ഒരു കൺസെപ്റ്റ് കൊടുത്തിരുന്നു. അപ്പം നിങ്ങളൊക്കെ അത് കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഞങ്ങൾക്കൊരു സതുദ്ദേശം ഉണ്ടായിരുന്നു. അതായത് ഈ സിനിമ എല്ലാവരും കാണണം. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പ്രൊഡ്യൂസേഴ്സിലൂടെ ഞങ്ങൾ 3 പേര് ചേർന്നാണ് പ്രൊഡ്യൂസ് ചെയ്തത്. സജീവ്, ഞങ്ങൾ ബാല്യകാല സുഹൃത്തുക്കളാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഈ ചിത്രം എടുക്കുമ്പോൾ ഇതിൻ്റെ സബ്ജക്റ്റ് കേൾക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, നമുക്കറിയാം ഇതൊരിക്കലും ഒരു കൊമേഴ്സ്യലി ചിലപ്പോൾ ഇത് വയബിൾ ആകുമോ എന്നുള്ള കാര്യത്തിലും നമുക്ക് സംശയമുണ്ട്. അങ്ങനെ ആവില്ല. എന്നാലും ഒരു സതുദ്ദേശം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് പാസ്പോർട്ട് എന്ന് ഇവിടുത്തെ ഒരു കൺസെപ്റ്റ് കൊടുത്തിട്ട് അതിൽ ഒരു കുറച്ച് കോംപ്ലിമെൻ്ററി ടിക്കറ്റ്സ് ഞങ്ങൾ ഓൾ കേരള ബേസിൽ ഞങ്ങൾ കൊടുത്തിരുന്നു. അപ്പം എല്ലാവരും ഈ സിനിമ കാണണമെന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു പരിധി വരെ ഇപ്പം ഞാൻ പറഞ്ഞ അങ്ങനെ ആ ടിക്കറ്റ് കൊടുത്തതിൻ്റെ പേരിൽ ഒരുപാട് പേര് സിനിമ കണ്ടു. ഞാൻ ആസ് എ പ്രൊഡ്യൂസർ, വൺ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ്, എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സിനിമയിൽ. രക്ഷാധികാരി ബൈജുവും ഞാൻ അതിൽ പ്രൊഡ്യൂസർ ആയിരുന്നു. അപ്പം അതിലും ഇതുപോലെ ഇത് കിട്ടിയെങ്കിലും അതിലും വലിയ എനിക്കൊരു ഈ സിനിമയിലൂടെ എനിക്കൊരു സന്തോഷമുണ്ടായി. അതായത് ഞാനൊരു 3-4 തിയേറ്ററുകളിൽ ഈ സിനിമ ആളുകളോടൊപ്പം ഇരുന്ന് ഞാൻ കണ്ടു. പക്ഷെ ഈ സിനിമയ്ക്ക് എനിക്ക് കിട്ടുന്ന അനുഭവം എന്ന് പറഞ്ഞാൽ എല്ലാ തിയേറ്ററുകളിലും സിനിമ കഴിയുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചൊരു അനുഭവം ഉണ്ടായി. ഇപ്പം ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു ഷോ നടത്തി. പൊളിറ്റിക്കൽ ഫിഗേഴ്സും അവിടുത്തെ പ്രധാനപ്പെട്ട ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു ഏരീസ് പ്ലെക്സിൽ. ഇതേ അനുഭവമായിരുന്നു. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചിട്ട് കൈ തന്നു, വെൽ ഡൺ, നല്ലൊരു ജോബ് എന്നുള്ള രീതിയിൽ ആ ഒരു അപ്രീഷിയേഷൻ പണത്തേക്കാൾ ഉപരിയാണ്. അതുപോലെ ഇവിടെ വരുന്ന കോൾസ് പുറത്തുനിന്നും എല്ലായിടത്തും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട്
കോൾസ് വരാറുണ്ട്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷമാണ്. സാറിങ് നിലവിലിപ്പം നിങ്ങളുടെ ഈ ഏജിലുള്ള ഒരു യുവാക്കൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് മെയിനായിട്ട് ഇതിനകത്ത് ചർച്ച ചെയ്തത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കത് കൂടുതലായിട്ട് അത് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളത് നിങ്ങളുടെ കൂട്ടുകാരും അതുപോലെ തന്നെ നിങ്ങളുടെ ഒപ്പമുള്ളവരും ഒക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ് അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം വന്നത് എന്താ? ഞാൻ എൻ്റെ കാര്യം പറയുവാണെങ്കിൽ ഞാൻ പഠിച്ചത് BSc ഫിസിക്സ് ആയിരുന്നു. പക്ഷെ ഞാനിപ്പോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രൊഫഷൻ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എനിക്ക് ഒരു കൺഫ്യൂസ് സ്റ്റേറ്റ് ഉണ്ടായിരുന്നു, എങ്ങനെ ഈ ഒരു ഇതിൽ നിന്ന് എനിക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്ത് അതിലെങ്ങനെ എസ്റ്റാബ്ലിഷ് ആവും എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഫാമിലി എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായി. പക്ഷെ എനിക്കറിയാവുന്ന പലരുമുണ്ട്, അവരുടെ ഇഷ്ടങ്ങൾ അവർക്ക് പെർസ്യൂ ചെയ്യാൻ പറ്റാതെ വീട്ടുകാരുടെ നിർബന്ധത്തിന് അനുസരിച്ച് വഴങ്ങുന്ന കുറേ കുട്ടികൾ ഞങ്ങളുടെ ജനറേഷനിലുണ്ട്. പുറത്തു പോയി രക്ഷപ്പെട്ടവരുണ്ടാവാം, രക്ഷപ്പെടാത്തവരുമുണ്ട്. ആ ഒരു റിയാലിറ്റിയാണ് നമ്മൾ ആക്ച്വലി ആ സിനിമയിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു യൂത്തിന് ആ ഒരു റിയാലിറ്റി ചെക്ക് ആവശ്യമാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിലും വാട്സാപ്പ് സ്റ്റാറ്റസും അതിൽ കാണുന്ന പോസ്റ്റിലും ഫോട്ടോസിലും അതല്ല സത്യം, അതല്ല യാഥാർത്ഥ്യം. അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടാവും, പക്ഷെ അത് പലരും പുറത്ത് പറയാത്തതാവാം. പക്ഷെ ഇപ്പോഴത്തെ പല കുട്ടികളും അവരുടെ ഇൻസ്റ്റാഗ്രാം പടങ്ങളൊക്കെ കണ്ടിട്ട് അവിടെ ഭയങ്കര ജോളി, ഭയങ്കര ഫൺ, എൻ്റർടൈൻമെൻറ്റ് എന്നുള്ളൊരു മിസ്കൺസെപ്ഷൻ്റെ പുറത്ത് പല തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് എനിക്ക് തോന്നുന്നു ആ യൂത്ത് എന്ന നിലയിൽ, ഒരു ചെറുപ്പക്കാരെന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നാളെ UK വിസിറ്റ് ചെയ്യപ്പോ ഇല്ല, എനിക്കിത് ഒരു സിറ്റുവേഷൻ വന്നതാണ്. US ഇതേപോലെ ഞാനൊരു ഡാൻസറാണ്. അപ്പോൾ അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിക്കാനായിട്ട് ഒരു ഡാൻസ് ഇൻസ്ട്രക്ടറായിട്ട് എനിക്കൊരു ഓഫർ വന്നു. പക്ഷെ ആ സമയത്താണ് ഞാൻ UKയുടെ ഓഡിഷൻ കൊടുത്തപ്പം എന്നെ സംബന്ധിച്ച് അതൊരു ഐറണിയാണ്. ഞാൻ പ്ലേ ചെയ്ത ക്യാരക്ടറും എൻ്റെ റിയൽ ലൈഫിലുണ്ടായ ഇൻസിഡൻറ്റും ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. സോ കിട്ടിയാലും ഞാൻ പോവുമായിരിക്കാം, പക്ഷെ ഞാൻ അവിടെ അങ്ങനെ സെറ്റിൽ ആവാനല്ല ഉദ്ദേശിക്കുന്നത്. ഈ സെയിം കാര്യം തന്നെ മോസിക്കും പറയാനുണ്ടോ? കാരണം മോസിയും ആ ഒരു പറയുക നിങ്ങളത് മോസിയുടെ ഫസ്റ്റ് പ്രസ് മീറ്റ് ആണ്. അപ്പൊ എൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ അനുഗ്രഹിക്കണം, എന്റെ ആദ്യത്തെ പ്രസ് മീറ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ മോസിയോട് തന്നെ ചോദിക്കണം എന്ന് പറയാനിരിക്കും. മോസി പറഞ്ഞു. അല്ല, എനിക്ക് ഇതേപോലെ 2019 കൊറോണക്ക് മുന്നേ ഒരു നല്ല ഓഫർ വന്നതാ UK-ലോട്ട്. അവിടെ ബ്രൈറ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്. അവൻ എന്നോട് പറഞ്ഞാ ഒന്നും നോക്കണ്ട, നീ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ പൊളിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവൻ എന്നെ വിളിച്ചത്. പക്ഷെ സിനിമയായിരുന്നു എൻ്റെ ആഗ്രഹം. എൻ്റെ 2017 എൻ്റെ ക്യൂവിന് ഇറങ്ങി. പിന്നെ 2019 മുതൽ നമ്മൾ അനുരാഗം, ഞാനും അശ്വിനും അനുരാഗം എന്ന് പറഞ്ഞൊരു സിനിമയുടെ പരിപാടിയിലായിരുന്നു. ആ സിനിമ 2020 സംഭവിക്കേണ്ടതായിരുന്നു, അത് 2023 പിന്നെ റിലീസായി. പിന്നെ എനിക്ക് പുറത്തോട്ട് പോകാൻ ഒരു ആഗ്രഹമില്ല, എനിക്ക് ഇവിടെ നിന്നാൽ മതി. എനിക്കിപ്പോൾ എന്താ പറയുക, ഞാൻ എൻ്റെ 18, 19 എത്ര അടവ് വേണമെങ്കിലും ഞാൻ ശ്രമിച്ച അവസാനം ഇവിടെ ഒരു രക്ഷയില്ല എന്ന ഓപ്ഷൻ വന്നാൽ ഞാൻ അവസാനം ഓക്കെ എന്നാൽ പിന്നെ അവിടെ പോയാലേ രക്ഷയുള്ളൂ എന്ന മൊമെന്റിലേ ഞാൻ അങ്ങോട്ടേക്ക് പോകത്തുള്ളൂ. ഈ സിനിമയിലെ നായകൻ രഞ്ജിത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ആളാണ്. പുള്ളിയുടെ പാഷൻ ഇതായതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കാനുള്ള എല്ലാ ചുറ്റുപാടുകളും, ഇമ്മൻസ്ലി നല്ല ചുറ്റുപാടുകളുള്ള ഒരാൾ അവിടെ ഒരു 16,000 പേരുള്ള ഒരു കമ്പനിയിൽ കസേരയിൽ ഇരിക്കാൻ സാധ്യത വിളിച്ച് ഇരിക്കണമെന്ന് പറഞ്ഞ ആൾ അത് കളഞ്ഞിട്ട് എൻ്റെ പാഷൻ ഇതാണ്, എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, അതാണ് എൻ്റെ പാഷൻ, വേറെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കളഞ്ഞിട്ട് ഫോക്കസ് മലയാള സിനിമ. വേറെ ഇപ്പോൾ തമിഴൊരു സിനിമ വന്നിരുന്നു, സൺ മൂവീസിൻ്റെ ഒരു പോയി അത് അഭിനയിച്ചു. അത് കഴിഞ്ഞ് ഇനി മേലാൽ ഞാൻ അങ്ങോട്ട് പോയില്ല, എനിക്ക് മലയാളത്തിൽ തന്നെ അഭിനയിക്കണം, ഇതെൻ്റെ പാഷനാണ്. ഇനി ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ഞാൻ സക്സസ്ഫുൾ ആകുമെന്ന് പറയുന്ന ഒരാളാണ് രഞ്ജിത്ത്. അപ്പോൾ അങ്ങനെ ഒരു നായകൻ കൂടിയാണ് നമ്മുടെ ഈ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയിലെ രഞ്ജിത്ത് സജീവ്. ഓക്കെ, ഇനി എന്തെങ്കിലും സാറും ജോണിച്ചേട്ടനും മരണം പറഞ്ഞൊക്കെ തന്നെ. അപ്പോൾ കുഴപ്പമില്ലാതെ ഉള്ളൊരു നല്ല ടെക്നിക്കലിയും വിഷ്വലിയും ഒക്കെ നല്ലൊരു സിനിമയാണ്. അപ്പോൾ അതിനെ അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ തന്നെ റിവ്യൂ ചെയ്യുന്നവർക്ക് അവരാദ്യമേ പറയുന്നുണ്ട്, എല്ലാ റിവ്യൂസും ആദ്യം പറയുന്നുണ്ട് അതുപോലെ വ്യക്തിപരമായ അഭിപ്രായമാണ്.
അവർക്ക് വ്യക്തിപരമായുള്ള അഭിപ്രായം പറയാം. കാരണം അവരും ഇതുപോലെ തന്നെ അവർക്കും അതിന് സ്വാതന്ത്ര്യമുള്ളതാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക. റോഡ് രക്ഷപ്പെട്ടു കേട്ടോ. അല്ലല്ല അതിന്റെ ഒരിക്കലല്ല. ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു സീനിൽ ഒരാൾ എങ്ങനെ കരയണം എന്നുള്ളത് മറ്റൊരാളല്ല തീരുമാനിക്കുന്നത്. ആ പടത്തിന്റെ ഡയറക്ടറാണ്. അത് ചേട്ടനോടൊപ്പം തന്നെ നിൽക്കുന്നത്, യാതൊരു ഡൗട്ടുമില്ല. അങ്ങനെയുള്ളൊരു നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ഒരു സീനിൽ എങ്ങനെ അഭിനയിക്കണം എന്നുള്ളത് ഞാൻ മോശമായിട്ട് അഭിനയിച്ചു. ഞാൻ 2018 എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ഡൗട്ട്ഫുൾ ആയിട്ട് ഞാൻ ജൂഡിനോട് ചോദിച്ചു, ഇവിടെ ഇത്രയും ചെയ്യണോ ചേട്ടാ? അത്രയും ചെയ്യണമെന്ന് പറഞ്ഞ് ആ പടത്തിന് ഒരുപാട് കയ്യടിയും പ്രശംസ നേടിയ ഒരാളാണ് ഞാൻ ആ ക്യാരക്ടറിന്, കുറുക്കൻ ക്ലീറ്റസ്. പക്ഷെ അന്ന് അദ്ദേഹം പറഞ്ഞ ആ ഒരു കൺവിക്ഷൻ ഞാൻ ചെയ്തു. അത് എനിക്കൊരു ഡൗട്ട്ഫുൾ ആയിരുന്നു. പക്ഷെ പുള്ളി പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിച്ച് ചെയ്തു. ഒരു പടത്തിൽ ഒരു കഥാപാത്രം എങ്ങനെ എത്ര ചെയ്യണം, അത് ഏത് രീതിക്ക് ചെയ്യണം, തീർച്ചയായിട്ടും അതിന്റെ മുഴുവൻ ക്രെഡിറ്റും നമ്മൾ ചെയ്യാൻ നമുക്ക് പ്രതിഭയുള്ളവരായിരിക്കണം. അല്ലാതെ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും അല്ലാതെ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഡയറക്ടറാണ് തീരുമാനിക്കുന്നത്, നമ്മളല്ല. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പൊ അത് ജോണിച്ചേട്ടൻ പറഞ്ഞതിനോട് തന്നെ അത് ഇങ്ങനെ ഇന്നാണ് ഇങ്ങനെ അഭിനയിക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് പറയാൻ വലിയ തെറ്റൊന്നുമില്ല. പക്ഷെ അത് എങ്ങനെ അഭിനയിക്കണം തീരുമാനിക്കുന്നത് അതിന്റെ പടത്തിന്റെ സംവിധായകനും ആ നടനും അല്ലെന്നുണ്ടെങ്കിൽ ആരാണോ ആക്ടർ അവർക്കും ഒരു മീറ്റർ ഉണ്ടാവും. അതനുസരിച്ച് ആ ഫ്രീക്വൻസിയാണ് ചെയ്യണം. പക്ഷെ അത് നമ്മള് അതിന്റെ ചില കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഞാൻ തന്നെ പുള്ളിയുടെ എല്ലാവരും കാണുന്നതനുസരിച്ച് ചിരിക്കാറുണ്ട്. പിന്നെ പുള്ളിയുടെ രീതിയും ഭാഷയും കുറച്ച് ഹാർഷാണ്. അത് ആ പുള്ളിയുടെ തനതായ ശൈലിയാണ്. നമ്മൾ ഇങ്ങനെ അദ്ദേഹം പറയാൻ പാടുന്നു നമുക്കും പറയാൻ നമുക്ക് സ്വാതന്ത്ര്യമില്ല. അതാണ് അവരുടെ ജോണിച്ചേട്ടൻ പറഞ്ഞതാണ്. നൈസായിട്ട് നമ്മള് ഒരേ റൂട്ടിലായിരുന്നല്ല. ഞാൻ ഇപ്പോഴും അതിനോട് തന്നെ ഞാൻ പറഞ്ഞ കാര്യത്തിനോട് ഉറച്ചിരിക്കുന്ന ഒരു മാറ്റമില്ല. വേറെ എന്തെങ്കിലും കിംവദന്തി വേണമെങ്കിൽ ചോദിക്കാം. അത് നീ ഇത്ര നേരം ചോദിക്കാനും എനിക്ക് അറിയുന്നത് നീ ഇങ്ങനെ ഒരു സാധനം ഇടുന്നു പറഞ്ഞോ. ഫസ്റ്റ് ദർശനം പറഞ്ഞ പടമാണ് ഇന്നലെ 50 ദിവസം തിയേറ്ററിൽ ആഘോഷിച്ച ദിലീപേട്ടന്റെ പടം. ഫസ്റ്റ് ദിവസം നെഗറ്റീവ് പറഞ്ഞ പടം. അപ്പൊ എനിക്ക് തോന്നുന്നു സിനിമാക്കാർ എന്തുകൊണ്ടാണ് ഇത്രയും പ്രതികരിക്കാത്തതെന്നാണ് അശ്വിൻ ഗോപിനെതിരെ പ്രതികരിക്കുന്നത്. പുള്ളിയുടെ പൈസ കൊടുത്ത് പുള്ളി ടിക്കറ്റ് വാങ്ങി പുള്ളി സിനിമ കാണുന്നത് പുള്ളിക്ക് പറയാൻ പാടില്ല. അത് എന്ത് വർത്തമാനം? പുള്ളിക്ക് പറയാൻ പാടില്ല. പുള്ളി പറഞ്ഞില്ല ഞാൻ ഒരിടത്തുനിന്നും ഒരു ടിക്കറ്റ് ഞാൻ ആരുടെ ഓസിന് വാങ്ങി കാണുന്ന ആളല്ല, ഞാൻ സൗജന്യമായിട്ട് വന്നില്ല. പുള്ളി ആളുടെ അങ്ങനെയാണെങ്കിൽ എത്രമാത്രം സിനിമകൾ പുള്ളി കാണുന്നു. അപ്പൊ അതെന്താ നമ്മൾ പറയാൻ വേറൊരു കാര്യമില്ല. ഇപ്പൊ ഞാൻ പറയാം, ആ കുട്ടി കരയുന്ന, ആ കുട്ടി അടുത്ത സെക്കൻഡിൽ അവൾ ആത്മഹത്യ ചെയ്യാണ് അല്ലേ? അങ്ങനത്തെ ആത്മഹത്യ ചെയ്യുന്നതിനുള്ളൊരു വീഡിയോ ആണ്. ഈ സിസ്റ്റം കാണട്ടെ, ഈ ലോകം കാണട്ടെ. ഇതിൽ കൂടുതൽ അലറി വിളിക്കും അല്ലേ? ഇതിൽ കൂടുതൽ അലറി വിളിക്കും. ഒരു മനുഷ്യന്റെ ലാസ്റ്റ് മൂവ്മെന്റിൽ ഇതിലും കൂടുതൽ ഇത്രയും അലറി വിളിക്കും. അപ്പൊ അത് കൃത്യമായിട്ട് എനിക്ക് തോന്നി. ഞാനിത് കണ്ട് ആരും ആദ്യം ഒരു കുട്ടിയുടെ പെർഫോമൻസ് കാണിച്ചാൽ ഡബിങ്ങിന് മുമ്പ് കാണിച്ചിട്ട് ഞാൻ അരുണേ എന്തായി കുട്ടി കാണിച്ചു വെച്ചാൽ നമ്മൾ അന്തം വിട്ടു പോയി. കാരണം ഓക്കെ ഒറ്റ സീൻ കൊണ്ട് വർക്കാവണം, ഇല്ലെങ്കിൽ ചീറ്റിപ്പോകും. ഓക്കെ ഇല്ലേ? അപ്പൊ അവിടെ ഇത് പറഞ്ഞത് അതിനെ മാനസികത പറഞ്ഞത് എനിക്ക് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വിമർശനങ്ങളൊക്കെ നല്ലതാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയാം. എന്നെയൊക്കെ നല്ലപോലെ വിമർശനങ്ങൾ ഒരുപാട് കേൾക്കാറുണ്ട് ഞാൻ, എനിക്കിഷ്ടമാണ്. പക്ഷെ അതൊരു വല്ലാതാവരുത്, വൈകൃതമാവരുത്, മാനസിക വൈകൃതമാവരുത് വിമർശനം എന്നാണ് എനിക്കിത്. നമ്മൾ മറ്റേ വല്ലാണ്ട് പറഞ്ഞ് വേദനിപ്പിക്കുന്നത്. എന്ത് സുഖമാണ് അതിനകത്ത് കിട്ടണേ. നിങ്ങളെല്ലാവരും സിനിമ ഉണ്ടാണോ ഇരിക്കണേ? എത്ര പേര് കണ്ടിട്ടുണ്ട്? ഓൾമോസ്റ്റ് എല്ലാവരും കണ്ട്. നിങ്ങൾക്ക് ആ സീൻ എന്താ തോന്നി? അടുത്ത ഞാൻ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ ചോദിച്ചോ അത് തിരിച്ചു ചോദിക്കാം. നിങ്ങൾ ഇത്രയും പേര് സിനിമ കണ്ടതില് മീനാക്ഷി ആ CM-ന്റെ കാര്യം, ഈ സിനിമയിൽ ഞാൻ കണ്ട 99% ഓഡിയൻസും ആ സീനിൽ ഈ കഴിഞ്ഞ ദിവസം ആളുടെ പേര് പറയില്ല, അദ്ദേഹം വരെ ഇരുന്ന് എൻ്റെ മുന്നിൽ ഇരുന്ന് കരയണത്. ഇത്രയും ലെജൻഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ആ സീനല്ലേ ഏറ്റവും കൂടുതൽ ഹുക്ക് ചെയ്ത്. അതെ, പിന്നെ ആ ചോദ്യത്തിന് ഉത്തരവുണ്ട്. ആ സീൻ ഇത്രയും നിങ്ങൾ മീഡിയാസിൽ ഇത്രയും നിങ്ങൾ സിനിമേനെയൊക്കെ കാണാൻ എനിക്കറിയാം, കുറച്ച് ക്രിഞ്ച് സാധനങ്ങൾ ക്രിഞ്ചായിട്ട് കാണുന്ന ആൾക്കാർ. അത്രയും നിങ്ങൾക്ക് ആ സിനിമയിൽ ആ സീക്വൻസ് ഫീൽ ചെയ്തിട്ട് അതിനെ ആ രീതിയിൽ റിവേഴ്സ് പറഞ്ഞാൽ പിന്നെ അതിന് താഴത്തോട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ. അപ്പൊ അതിന്റെ മറുപടി നിങ്ങളിപ്പോ പറഞ്ഞു. അല്ല, ഇത് അശ്വിൻ ഗോപി നല്ലത് പറയുമ്പോ ഈ കട്ട് ചെയ്തിട്ടുള്ള ഒരു പ്രവണത ഉണ്ട് സിനിമാക്കാരിൽ. അതിനെങ്ങനെയാണ് അത് പറഞ്ഞില്ല, ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ ഞാനിപ്പോ ഈ പുള്ളി പറഞ്ഞ എല്ലാ കാര്യങ്ങളും മോശമാണെന്നോ എല്ലാം നല്ലതാണെന്നോ അല്ല, ഞാൻ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണ്, അതൊക്കെ ഉള്ള കാര്യമാണ്. അപ്പോൾ സിനിമ പോസിറ്റീവ് സംഭവിച്ചാൽ പിന്നെ നമുക്ക് പോസിറ്റീവ് റിവ്യൂ കിട്ടി കഴിഞ്ഞാൽ സിനിമയെ ഏതൊക്കെ രീതിയിൽ മാർക്കറ്റ് ചെയ്യാന്നാണ് എല്ലാവരും ശ്രമിക്കുള്ളൂ. തീർച്ചയായിട്ടും ചിലപ്പോൾ ഞാൻ സീരിയസ്ലി ഇപ്പൊ പുള്ളി അത് ഭയങ്കര പോസിറ്റീവായിട്ട് പറഞ്ഞെങ്കിൽ ഞങ്ങളും കട്ട് ചെയ്തിട്ടേനെ. ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണ്.
അപ്പൊ നമുക്കൊരു പരിധിക്കപ്പുറത്തേക്ക് കുറ്റം പറയാനുള്ള അർഹതയില്ല. പക്ഷേ ഞാൻ പറയുന്നത് റിവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ പേഴ്സണലി ഒരാളെ വിഷമിപ്പിക്കാൻ, അത് അത്രേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഒരു സാധനം ചെയ്തു, അത് ഈ രീതിയിൽ അഭിനയിച്ച് ശരിയായില്ല, എനിക്ക് ആ സ്ഥലത്ത് കണക്ട് ആയില്ല. ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇപ്പൊ ട്വിൻസ് ആൻഡ് ഫാമിലി ഇന്നലെ 50 ദിവസം ഓടി, ഭയങ്കര മോശം റിവ്യൂ ആണ്. അത് എത്രയോ ലക്ഷം ആൾക്കാർ കണ്ടിട്ടായിരിക്കാം ആ സിനിമ ഹിറ്റ് ആയത്. അപ്പൊ ആ സിനിമയിൽ പോസിറ്റീവ് ഒന്നുമില്ലേ? ഞാൻ ചോദിക്കണം, പോസിറ്റീവ് ഒന്നുമില്ലേ? പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർ റിവ്യൂ ചെയ്യുമ്പോൾ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത പിന്നെ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനോട് എനിക്ക് അത് ഒരാളുടെ പേരെടുത്തിട്ട് കളിയാക്കുന്ന രീതിയിലുള്ളതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ല, തിയേറ്ററിൽ 100 പേരിരുന്ന് കൈയടിക്കില്ല, 80 പേര് അടിക്കില്ല, 20 പേരിൽ ഒരാളാണ് പുള്ളി. അപ്പൊ അയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല, അയാളത് പറഞ്ഞു. പക്ഷെ ആരെയും പേഴ്സണലായിട്ട് ഹർട്ട് ചെയ്തു. ഈ നമ്മുടെ ദിലീപേട്ട പടം കണ്ടിട്ട് ഒരു കാര്യം പറഞ്ഞായിരുന്നു, കൂടെയുള്ള എല്ലാവരും ചിരിക്കുന്നുണ്ട്, എനിക്ക് ചിരിക്കാൻ പറ്റത്തില്ല. അതെ, ആ കൂടെ ഉള്ളവര് ചിരിച്ച ആ പടം 50 ദിവസം ഓടി, അത്രേ ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് ചിരി വന്നില്ല, അതുകൊണ്ട് ആ പടം പൊളിഞ്ഞിട്ടില്ല. ഇപ്പൊ നമ്മളെ സിനിമയിൽ പുള്ളിക്ക് അത് കണക്ട് ആയിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് കണക്ട് ആയില്ല, അത് പുള്ളിയുടെ ഇഷ്ടമാണ്. എല്ലാവർക്കും പിന്നെ എന്റെ 2-3 സുഹൃത്തുക്കൾ വിളിച്ച ആളെ എനിക്ക് അത്ര സത്യം വർക്കൗട്ട് ആയില്ല. പക്ഷെ അതിന്റെ അപ്പുറത്ത് 100 പേര് നല്ലത് പറഞ്ഞു. ഞാനപ്പോ 100 പേരെ അല്ലെ 97 പേരാണ് ഞാൻ നോക്കുന്നത്. ബാക്കി 3 പേരെ ഞാൻ നോക്കാനുള്ള. സിനിമ കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ ഇരുന്ന് കണ്ട് ഇതിന്റെ കുഴപ്പങ്ങളൊക്കെ ജോണിച്ചേട്ടൻ ചിലപ്പോൾ ഡയറക്ടറാണ്, ആയിരുന്നു ഇന്ന സ്ഥലത്തിൽ പാലിച്ചു വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കും. ഈ കറണ്ട് സിറ്റുവേഷനിൽ ഞാൻ അതിനെ ഒട്ടും ആലോചിക്കില്ല. പക്ഷെ ആരെ പേഴ്സണലി ഹെൽപ്പ് ചെയ്തത്, ഇപ്പോൾ സാരിക്ക് ആയാലും അല്ലെങ്കിൽ മൂസി ആയാലും എന്നെ ആയാലും ക്യാമറമാനെ ആരായാലും ജോലിച്ചേർന്ന ആരെയും പറയുന്ന രീതിയിൽ അതിനെ കളിയാക്കുമ്പോൾ അവർക്ക് തുടക്കം പിള്ളേരല്ലേ, അപ്പൊ അവർക്കത് പെട്ടെന്നൊരു ഇത് തോന്നും. അതിനോട് മാത്രം എനിക്ക് താല്പര്യമില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഉത്തരവായിട്ട് മീനാക്ഷിയുടെ പെർഫോമൻസ് ഈ സിനിമയിൽ എല്ലാവരും എടുത്തു പറഞ്ഞാണ്, നിങ്ങൾ ഉൾപ്പെടെ. അപ്പൊ അതിനെ തന്നെ കളിയാക്കുന്ന ആളോട് പിന്നെ അതിന്റെ ബാക്കിലുള്ള എല്ലാ കാര്യങ്ങളെയും കളിയാക്കും. അത് അദ്ദേഹത്തിന്റെ രീതിയാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ.